കഥാമാഹാത്മ്യത്തിൽ ഈ വാരം നമ്മൾ ശിവരാത്രി വ്രതമാഹാത്മ്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുഞ്ചരം എന്നായിരുന്നു ആ മനോഹരമായുള്ള നഗരത്തിന്റെ പേര്. സിന്ധു നദിയുടെ തീരത്തുള്ള ആ രാജ്യത്തിലെ ജനങ്ങളുടെ പ്രധാന തൊഴിലെന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തലായിരുന്നു. ആ രാജ്യത്തിലെ രാജാവ് വളരെയധികം ശ്രേഷ്ഠനായിരുന്നു. രാജ്യാധികാരം ഒരിക്കലും ഏകാധിപത്യം ആകരുത് എന്ന് വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കീഴിൽ പ്രജകളെല്ലാവരും തന്നെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞു വന്നു. ആ രാജാവിന്റെ കാര്യദർശികളിൽ ഒരാളിന്റെ മകനായ സുകുമാരനാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. വളരെയേറെ നല്ല ഗുണമുള്ളതായിരിക്കുന്ന പിതാവിൽ നിന്നും വളരെ വ്യത്യസ്തനായിരുന്നു നമ്മുടെ സുകുമാരൻ. ദുഷ്ടതരവും കുടിലതയും നീചപ്രവൃത്തിയും കൈമുതലാക്കിയ അവൻ ഒപ്പമുള്ളവരെ ദ്രോഹിച്ചും മോശമായ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചും കഴിഞ്ഞു വന്നു. വളരും തോറും അവനോടൊപ്പം അവന്റെ ദുഷ്ടതരവും വളർന്നു വന്നു. പ്രായപൂർത്തിയായപ്പോൾ അച്ഛനെ ധിക്കരിച്ച് ഒരു ചണ്ടാല സ്ത്രീയെയും അവൻ വിവാഹം കഴിച്ചു. കാലക്രമാന്തരം സുകുമാരൻ 7 കുഞ്ഞുങ്ങളുടെ അച്ഛനായി. 5 ആണും 2 പെണ്ണും. നീചരിൽ നീചനായ അവൻ സ്വന്തം മകളെ തന്നെ വിവാഹം കഴിച്ചു. അങ്ങനെ ചണ്ടാളന്മാരിലും അധപ്പതന മനസ്സുള്ളവനായി അവൻ ജീവിച്ചു വരവേ ഒരു നാൾ അവന്റെ ഭാര്യ അവനോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു: ഭർത്താവേ, സിന്ധു നദിയുടെ കരയില് ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അത് കാണാൻ എനിക്ക് പോകണം. അതിനായി എനിക്ക് തലയിൽ ചൂടാൻ വേണ്ടി കുറെ പൂക്കൾ വേണം എന്ന്. പൂക്കളുടെ പേരുകളും അവൾ തന്നെ പറഞ്ഞു കൊടുത്തു. ഭാര്യയുടെ ആഗ്രഹപ്രകാരം അയാൾ പൂക്കളും തേടി യാത്രയായി. വനത്തിലേക്കായിരുന്നു ആ യാത്ര. നടന്ന് അയാൾ നാഗേശ്വരം എന്നു പേരുള്ളതായിരിക്കുന്ന ഒരു സ്ഥലത്തിൽ എത്തിച്ചേർന്നു. കൊടും കാടാണ്, എന്നാൽ കൂടി അയാൾക്ക് ഭയമേ ഉണ്ടായിരുന്നില്ല. ഏകാന്തമായിരിക്കുന്ന ഒരു സ്ഥലത്തിലൂടെ നടന്ന് ഒരു മലയുടെ മുകളിൽ അയാൾ എത്തിച്ചേർന്നു. നോക്കിയപ്പോൾ കണ്ടു ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു അമ്പലത്തിന്റെ അവശിഷ്ടം. അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് അതൊരു ശിവാലയമായിരുന്നു എന്ന്. മഴയും വെയിലുമെല്ലാം തന്നെ ഏറ്റ് ആ ശിവലിംഗവും മറ്റുമെല്ലാം തന്നെ നശിക്കാറായ ഒരു അവസ്ഥയിലായിരുന്നു. എന്തോ ഒരു ഉൾപ്രേരണ കൊണ്ട് അയാൾ ഉടനെ ആ മറിഞ്ഞു കിടക്കുന്ന ശിവലിംഗത്തിനെ എടുത്ത് നിവർത്തി വെച്ചു. പെട്ടെന്നൊരു തോന്നൽ കൊണ്ട് അയാൾ അവിടെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വൃത്തിയാക്കുവാൻ തുടങ്ങി. അന്ന് രാത്രി അയാൾ ഉറങ്ങിയേയില്ല. ശിവലിംഗത്തിന്റെ പരിസരം വൃത്തിയാക്കുന്നതിനും ആ വിഗ്രഹത്തെ ശരിയായി ഉറപ്പിക്കുന്നതിനുമൊക്കെയായി തന്നെ അയാൾ സമയം ചെലവഴിച്ചു. നേരം വെളുത്തപ്പോഴേക്കും അയാൾ ഏറെക്കുറെ തന്റെ ജോലി വളരെയധികം ഭംഗിയായി തന്നെ നിർവഹിച്ചു. നവചൈതന്യം കൈവന്ന ശിവാലയത്തിലേക്ക് നോക്കി തൃപ്തി അടഞ്ഞതിനു ശേഷം തന്റെ ഭാര്യയ്ക്ക് പൂക്കൾ ശേഖരിക്കുവാൻ വേണ്ടി താഴ്വാരത്തിലേക്ക് അയാൾ പുറപ്പെട്ടു. നേരം വൈകുവോളം തന്നെ അവിടെയെല്ലാം തന്നെ ചുറ്റി നടന്ന അവൻ കയ്യിൽ കിട്ടിയ പൂക്കളുമായി വീട്ടിലേക്ക് മടങ്ങി. വർഷങ്ങൾ പലത് കഴിഞ്ഞു. സുകുമാരൻ വയസ്സായി. രോഗശയ്യയിൽ ആയിരുന്ന അയാൾ ഒരു നാൾ മരിച്ചു. ചണ്ടാല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞ അവന്റെ ജഡം അനാഥമായി. അതിനാൽ തന്നെ മറ്റുള്ളവർ ആ ജഡത്തെ സിന്ധുവിലേക്ക് വലിച്ചെറിഞ്ഞു. ചണ്ടാലന്റെ ആത്മാവിനെ കൊണ്ടുപോകുവാൻ വേണ്ടി യമപുരിയിൽ നിന്നും കാലദൂതന്മാരെത്തി. ആ സമയത്തിൽ തന്നെ ശിവപാർഷദന്മാരും അവിടെ എത്തിച്ചേർന്നു. ശിവഭൂതഗണങ്ങൾ യമദൂതന്മാരോടായി ഇങ്ങനെ പറഞ്ഞു: ഹേ സഖാക്കളെ, ഇവനെ കൊണ്ടുപോകാനുള്ള അർഹത നിങ്ങൾക്കില്ല, ഞങ്ങൾക്കാണ് അതുള്ളത്. ഇത് കേട്ട കാലദൂതന്മാർ ശരിക്കും ഞെട്ടിപ്പോയി. അതെങ്ങനെ? ഇവൻ വെറും ചണ്ടാലനാണ്. കാലദൂതന്മാർ പറഞ്ഞു: ശരിയാണ്, ഇവൻ ചണ്ടാലനാണ്. എന്നിരുന്നാൽ തന്നെയും ഇവൻ ഇപ്പോൾ കൈലാസത്തിലിരിക്കാനുള്ളതായിരിക്കുന്ന അർഹത നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന്. അത് എങ്ങനെ എന്നുള്ളതായിരിക്കുന്ന യമദൂതന്മാരുടെ ചോദ്യത്തിന് മറുപടിയായി ശിവപാർഷദന്മാർ തുടർന്നു: ഇവൻ അറിയാതെയാണെങ്കിൽ തന്നെയും ശിവരാത്രി വ്രതം ആചരിച്ചു. അതും ഒരു രാത്രി മുഴുവൻ പ്രയത്നിച്ച് ശിവലിംഗം ഉറപ്പിക്കുകയും കേടുവന്ന ഒരു ശിവക്ഷേത്രം തന്നെ നേരെ പൂർവാധികം ഭംഗിയായുള്ള ഒരു സ്ഥിതിയിൽ എത്തിച്ചേർക്കുകയും ചെയ്തു. അത്തരം ഒരു മഹത്വമേറിയ കർമ്മം ചെയ്തതിനാൽ ഇവന്റെ പാപങ്ങൾ മുഴുവനും നശിച്ചിരിക്കുന്നു. അതിനാൽ തന്നെ ഞങ്ങൾ ഈ ആത്മാവിനെ കൊണ്ടുപോകുവാൻ വേണ്ടി വന്നതാണ് എന്ന്. ഇത് കേട്ട യമദൂതന്മാർ എതിർത്തുകൊണ്ടേ പറഞ്ഞു: നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെ ശരിയായിരിക്കാം, പക്ഷേ ഇവൻ ചണ്ടാലനായിരുന്ന ഇവൻ അതിനും എത്രയോ താഴ്ന്ന മോശമായ നീചമായ പ്രവൃത്തികളാണ് ചെയ്തിരുന്നത്. അതിനാൽ ഇവനെ നിങ്ങൾക്ക് ഒരിക്കലും കൊണ്ടുപോകുവാൻ കഴിയില്ല. ഇവനെ ഞങ്ങൾക്ക് നരകത്തിൽ കൊണ്ടുപോയേ പറ്റൂ എന്ന്.
ഇങ്ങനെ ഇപ്രകാരം കാലദൂതന്മാരും ശിവന്റെ ഭൂതഗണങ്ങളും തമ്മിൽ പരസ്പരം എതിർത്തുകൊണ്ട് കലഹിച്ചുകൊണ്ട് പൊരുതുന്നതിന്റെ ഇടയിൽ പെട്ടെന്നതാണ് അത് സംഭവിച്ചത്. യമധർമ്മരാജാവ് അവിടെ പ്രത്യക്ഷനായി. അദ്ദേഹം പറഞ്ഞു, സുകുമാരൻ എന്നുള്ളതായിരിക്കുന്ന ഈ ചണ്ടാലന്റെ ആത്മാവ് ഇപ്പോൾ മോക്ഷം പ്രാപിച്ചിരിക്കുന്നു. ഒരു രാത്രി മുഴുവൻ ഇവൻ ശിവലിംഗത്തെ പരിചരിച്ചു. അന്ന് ശിവരാത്രിയായിരുന്നു. പിറ്റേന്ന് മുഴുവനും പൂക്കൾ തേടി നടന്നതുകൊണ്ട് ഇവന് ഉറങ്ങാനും കഴിഞ്ഞില്ല. അറിയാതെയാണെങ്കിലും അനുഷ്ഠിച്ച കാര്യം മഹത്വമേറിയതായതിനാൽ ഇവന് മോക്ഷം ലഭിച്ചിരിക്കുന്നു. ഈ ആത്മാവിനെ അവരോടൊപ്പം അയക്കുക, അവർ പോകട്ടെ എന്ന്. യമധർമ്മരാജാവിന്റെ നിർദ്ദേശപ്രകാരം യമദൂതന്മാരുടെ പക്കൽ നിന്ന് സുകുമാരന്റെ ആത്മാവുമായി ശിവപാർഷദന്മാർ യാത്രയായി. നോക്കൂ, അതിനീചമായ പ്രവൃത്തികൾ ആചരിച്ച ഈ സുകുമാരൻ ഒരൊറ്റ പ്രാവശ്യം, അവന്റെ ജന്മത്തിൽ ഒരേ ഒരു പ്രാവശ്യം ശിവരാത്രി വ്രതം അറിയാതെ അനുഷ്ഠിച്ചതാണ്. അത് അവന് വളരെയധികം മോക്ഷദായകമായി. അത്രത്തോളം മഹത്വമേറിയതാണ് ശിവരാത്രി വ്രതം. ശിവന്റെ പ്രീതിക്കായി ഈ വ്രതം നമുക്കും അനുഷ്ഠിക്കാം. ഈ വരുന്ന കുംഭമാസം 15-ാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് ശിവരാത്രി വരുന്നത്. അറിയാതെ അനുഷ്ഠിച്ച ശിവരാത്രിയുടെ മാഹാത്മ്യമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് വ്രതനിയമങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് അനുഷ്ഠിച്ചാലുള്ള ഫലം പ്രവചനാതീതമാണ്. അതിനാൽ തന്നെ നിർബന്ധമായും ഈ വ്രതം നമുക്ക് ഒരുമിച്ച് അനുഷ്ഠിക്കാം.